അറിയാലോ, മത്സരത്തിൽ പങ്കെടുക്കുന്ന 3 പേരിൽ ആര് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയാലും 1ാം സമ്മാനം ലഭിക്കേണ്ടത് ശില്പയ്ക്ക് മാത്രമായിരിക്കണം. അതിലെന്തെങ്കിലും മാറ്റം വന്നാൽ പിന്നെ നിന്റെ ഒന്നും ക്ലബും ഉണ്ടാവില്ല. സെക്രട്ടറി പോയിട്ട് ഒരു പുതിയ ക്ലബിലും മെമ്പർഷിപ്പ് പോലും കിട്ടില്ല. അപ്പൊ നമ്മള് കളിക്കാൻ പോകുന്നത് തീക്കളിയാണല്ലേ? മാഡം പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല, താൻ ആ ജഡ്ജസിനെ സ്വാധീനിക്കാൻ നോക്കിയോ? ഒരാളെ പറഞ്ഞു മനസ്സിലാക്കിച്ചിട്ടുണ്ട്. ബാക്കി 2 പേരെ കൺവിൻസ് ചെയ്യാനാ പാട്. അവരോട് സംസാരിക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാക്കിത്താ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഐ ഹാവ് എ സൊല്യൂഷൻ മാം. എന്താ സൊല്യൂഷൻ? ധൈര്യമായിട്ട് പറയേ. ക്യാഷ് കൊടുത്താ ഈ പറയുന്ന 2 പേരും നമ്മുടെ സൈഡാകും എന്നുണ്ടെങ്കിൽ 1ാം സമ്മാനം എനിക്ക് തന്ന അതിന്ന് 10 ലക്ഷം ജഡ്ജസിന് 2 പേർക്കും വീതിച്ചെടുക്കാമെന്ന് മാഡം അവരോട് സംസാരിച്ചു നോക്ക്. പക്ഷേ മോൾക്ക് ലഭിക്കുന്ന സമ്മാന തുക കുറഞ്ഞു പോകില്ലേ? സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് അംബിക മാഡം കേട്ടിട്ടില്ലേ? ഒന്നും കിട്ടാതിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് എന്തെങ്കിലും കുറച്ചെങ്കിലും കിട്ടുന്നത്. ഗുഡ്, ഇടുക്കി. സെക്രട്ടറിയെ സ്വാധീനിച്ചപ്പോ ആദ്യ പകുതി നീ ജയിച്ചു എന്ന് ഞാൻ ഉറപ്പിച്ചു. പക്ഷേ ഇപ്പൊ നീ പ്രയോഗിച്ച ഈ ബുദ്ധി ചൂസ് പോരാ മാഡം, ലോക്കൽ മെയ്ഡാ. ആണോ? അതെ, ഒന്നിങ്ങ് വന്നേ. ഇതേതാ ഈ ലോക്കൽസ്? ഇവരെയൊക്കെ ആരാ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? എന്തെങ്കിലും എവിടെയെങ്കിലും നടക്കുകയാണെന്ന് അറിഞ്ഞാ വലിഞ്ഞു കയറി വന്നോളും മാരണങ്ങള്. എനിക്കിതിനൊന്നും ഇഷ്ടമല്ല. എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു രാജു. അവന്റെ സംസാരവും വേഷവും മുടിയും ഓഹ്, തനി ചന്ത ലുക്ക. റിയലി? അതേന്നേ. വെൽക്കം വെൽക്കം. താങ്ക് യു. ആ, എല്ലാരും ഉണ്ടല്ലോ. ഹായ് മോളെ. ഹായ് ആന്റി. മോളുടെ അമ്മ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കോ? അറിയോ? ആ അറിയാം, എന്റെ അമ്മ ഫസ്റ്റ് അടിക്കും. ആഹാ, ഗുഡ്, സ്മാർട്ട് ഗേൾ. ആ ബിന്ദു, ആ ഇരിക്കുന്നത് ആരാണെന്ന് ബിന്ദുവിന് അറിയോ? അതെന്റെ കൂടെ ഫൈനൽ റൗണ്ടിലുണ്ടായിരുന്ന കുട്ടിയല്ലേ? അയ്യോ അതല്ല, അടുത്തിരിക്കുന്ന സ്ത്രീയെ അറിയോ? ഇല്ല, അറിയില്ല. പരിചയപ്പെട്ടിരിക്കേണ്ട ആളല്ലേ? പരിചയപ്പെടുത്താം. മിനിസ്റ്റർ വർമ്മ സാറിന്റെ ചേച്ചിയാ. വാ. വീട്ടമ്മയാ. വിവാഹം കഴിഞ്ഞ് 1 വർഷം ആയിട്ടില്ലാത്തവർക്കുള്ള മത്സരമാണെന്ന് പറഞ്ഞിട്ട് ഇതേതാ ഈ കുട്ടി? ഇതെന്റെ ചേട്ടന്റെ മോളാ. ആധാർ കാർഡും റേഷൻ കാർഡും ഒക്കെ വാങ്ങിയെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സെക്രട്ടറി. ഇവിടെ എന്തെങ്കിലും ക്രമക്കേട് നടക്കുന്നതായി എന്റെ കണ്ണിപ്പെട്ട അകത്ത് പോയി അഴി എണ്ണേണ്ടി വരും. എന്തൊരു കുശുമ്പാ. മിണ്ടാതിരിക്കും മോളെ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല മാഡം. എന്നാ ഞങ്ങളും കൊണ്ട് ചെല്ലട്ടെ മാഡം. നമസ്കാരം, ഞാൻ തേജസ്വിനി പ്രേംകുമാർ, ക്യൂൻസ് ക്ലബിന്റെ സെക്രട്ടറിയാ. ജില്ലയുടെ പല ഭാഗങ്ങളിൽ വെച്ച് നടന്ന ഫുഡ് കോമ്പറ്റീഷനിൽ നിന്നും അവസാന റൗണ്ടിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 3 മത്സരാർത്ഥികൾ തമ്മിലുള്ള മത്സരമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. നാവിൽ രുചിയൂറുന്ന ഭക്ഷണം ഉണ്ടാക്കി ക്യൂൻസ് ക്ലബ്ബ് നൽകുന്ന 1ാം സമ്മാനം കരസ്ഥമാക്കാൻ പോകുന്നത് ആരാണെന്ന് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ ജഡ്ജസ് ഇവരാണ്. ആദ്യം നമുക്ക് പല്ലവി മാഡത്തെ പരിചയപ്പെടാം.
കേരളത്തിലുടനീളം 50ഓളം വരുന്ന 5 സ്റ്റാർ ഹോട്ടലുകളുടെ പ്രോഗ്രാം കൺട്രോളിംഗ് ടീം അംഗമാണ് പല്ലവി മാഡം. ഈ ഹോട്ടലുകളിൽ പലതും പല്ലവി മാഡത്തിന്റെ കൂടെയാണ്. വെൽക്കം പല്ലവി മാഡം. നമ്മുടെ അടുത്ത ജഡ്ജ് സനീഷ് കുറുപ്പ് സാറാണ്. വളരെ പ്രശസ്തനായ ഒരു ഷെഫും ലോക പ്രശസ്തനായ ഒരു ഫുഡ് ബ്ലോഗറുമാണ് അദ്ദേഹം. ലോകത്തിലെ പല ഇന്റർനാഷണൽ ഹോട്ടലുകളിലും സനീഷ് കുറുപ്പ് സാറിന്റെ റെസിപ്പിക്ക് വലിയ ഫാൻ ബേസ് തന്നെയുണ്ട്. നമ്മളൊക്കെ ആരാധനയോടെ കാണുന്ന പല സെലിബ്രിറ്റികളും കായിക താരങ്ങളും ബിസിനസ്മാൻമാരും സനീഷ് സാറിന്റെ ഫാൻസ് ആണെന്ന് പറയാം. വെൽക്കം സർ. അടുത്തതായി ഞാൻ ഈ മത്സരത്തിലേക്ക് വെൽക്കം ചെയ്യാൻ പോകുന്നത് 100ഓളം മത്സരാർത്ഥികളെ പിന്നിലാക്കി അവസാന റൗണ്ട് യോഗ്യതാ മത്സരത്തിൽ ഒന്നിനൊന്നോട് മെച്ചമായ പെർഫോമൻസ് കാഴ്ചവെച്ച പാചക കലയിലെ റാണിമാരെയാണ്. ബിന്ദു അനിൽ, ശില്പ ചക്രവർത്തി ആൻഡ് ഋതിക വർമ്മ. ഇവരിൽ ഏത് റാണിയാണ് പാചക റാണി ആവുന്നതെന്ന് നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾക്ക് ഷെഫ് ക്യാപ്പ് ധരിച്ചുകൊണ്ട് മത്സരത്തിലേക്ക് കടക്കാം.